പരിശുദ്ധ നോമ്പിനെക്കുറിച്ചുള്ള അല്പം വ്യത്യസ്തമായ ഒരു നിരീക്ഷണത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് നമുക്ക് ഈ വലിയ നോമ്പിലെ 4-ാമത്തെ ആഴ്ചയിലെ വേദ വായന ഭാഗത്തിൻ്റെ അർത്ഥത്തിൻ്റെ വാതിൽ തുറന്നു വെക്കാം. ആ വ്യത്യസ്തമായ നിരീക്ഷണം ഇങ്ങനെയാണ്. നോമ്പിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു: നോമ്പെന്നാൽ ഒരു ക്ഷണമാണ് പോലും. എന്തിനുള്ള ക്ഷണം? ഒരു സൗഹൃദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ വൃക്ഷത്തണലിലിരുന്ന് വിശ്രമിക്കുവാനുള്ള ക്ഷണം. വിശ്രമം എന്ന വാക്ക് നമുക്ക് വളരെ പരിചിതമാണ്. എന്നാൽ ഒരു നോമ്പിൻ്റെ പശ്ചാത്തലത്തിൽ വിശ്രമിക്കുക എന്ന് പറയുന്ന വാക്കിന് വെറുതെ ഇരിക്കുക എന്ന കേവല അർത്ഥത്തിനപ്പുറത്ത് ചില ആന്തരികമായ അർത്ഥങ്ങളുണ്ട്. എന്താണ് ഈ വിശ്രമം? വളരെ ക്രിയാത്മകമായ, ക്രിയേറ്റീവായ ഒരു വിശ്രമമാണ് നോമ്പിൻ്റെ ആഹ്വാനം. 6 ദിവസത്തെ സൃഷ്ടിക്ക് ശേഷം ദൈവം വിശ്രമിച്ചു എന്ന് വചനം പറയുകയാണ്. ആ വിശ്രമത്തിലാണ് സൃഷ്ടികർത്താവായ ദൈവം പോലും തൻ്റെ സൃഷ്ടിയുടെ ഒരു കുറവ്, അങ്ങനെ പറയാമോ എന്നെനിക്കറിയില്ല, ആദമിൻ്റെ ഏകാന്തത, ദുഃഖം ദൈവം തിരിച്ചറിഞ്ഞത്. വരച്ച ഒരു ചിത്രത്തിലേക്ക് ചിത്രരചനയ്ക്ക് ശേഷം ഒരു ചിത്രകാരൻ തിരിഞ്ഞു നോക്കുന്നത് പോലെ ഒരുപാട് തിരക്കുള്ള എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ഒരല്പം മാറി നിന്ന് തിരിഞ്ഞു നോക്കുവാനുള്ള ഒരു ക്ഷണമാണ് നോമ്പിൻ്റെ ആഹ്വാനം. പ്രിയപ്പെട്ടവരെ, ഈ ക്ഷണത്തിന് ശേഷം ഈ ക്ഷണം ഒരു വൃക്ഷത്തണലിലേക്കാണ്. ഒരു ബോധി വൃക്ഷത്തിൻ്റെ തണലിരുന്ന് ബുദ്ധന് ബോധോദയമുണ്ടായതുപോലെ നോമ്പെന്ന വലിയ വൃക്ഷത്തിൻ്റെ തണലിലിരുന്ന് അല്പം വിശ്രമിക്കേണ്ടിയിരിക്കുന്നു നമുക്ക്. ഒരുപാട് ജീവിതത്തിൻ്റെ ഗതിവേഗം വർദ്ധിച്ച ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത്. വല്ലാതെ മുറുകിപ്പോയ ഒരു സംഗീത ഉപകരണത്തിൻ്റെ തന്ത്രി പോലെ നമ്മുടെ ജീവിതം ഒരുപാട് തിരക്കിനകത്തായിപ്പോയി. തിരിഞ്ഞു നോക്കുവാൻ, ഒന്ന് വിശ്രമിക്കുവാൻ ബുദ്ധന് ബോധം ഉദയം ചെയ്തതുപോലെ നോമ്പെന്ന വലിയ ബോധീവൃക്ഷത്തണലിലിരുന്ന് ചില പുതിയ ബോധങ്ങളുടെ ഒക്കെ തലത്തിലേക്ക് നമുക്ക് വളരാനാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 4-ാമത്തെ ആഴ്ചയിലെ സുവിശേഷ വേദ വായന ഭാഗത്തിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു. വിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 28 വരെയുള്ള വേദവായന ഭാഗം അതിമനോഹരമാണ്. എന്തുകൊണ്ടെന്നാൽ ഈ വേദവായന ഭാഗത്തിൻ്റെ ആന്തരിക അർത്ഥമെന്ന് പറയുന്നത് ഒരമ്മയുടെ നിലയ്ക്കാത്ത കണ്ണുനീരാണ്. എന്താ പറയുക? ഒരു കർക്കിടക മാസത്തിലെ കനത്ത മഴ പോലെ ഒരമ്മ ദൈവത്തിൻ്റെ സന്നിധിയിൽ കണ്ണുനീരുകൊണ്ട് നടത്തിയൊരർച്ചന. ചില വേദപുസ്തക പണ്ഡിതന്മാർ പറയുന്നത് ഏകദേശം കൗമാര പ്രായക്കാരിയായ ഒരു മകളുടെ സൗഖ്യത്തിനു വേണ്ടിയാണ് പോലും ഈ അമ്മ ദൈവസന്നിധിയിൽ കരഞ്ഞത്. ഏറ്റവും നമ്മെ അതിശയിപ്പിക്കുന്ന മറ്റൊരു ആശയം, ഈ അമ്മ ഒരേ ഒരു കൊച്ചു കാര്യമാണ് ദൈവസന്നിധിയിൽ സമർപ്പണമായി വെക്കുന്നത്. അത് മകളെക്കുറിച്ചുള്ള സങ്കടമാണ്. ആ അമ്മ ഇങ്ങനെ പറയുന്നു: എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു, കരുണയുണ്ടാകണമേ. പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അകത്തെ, ഏറ്റവും അടുത്തവർ തമ്മിലുള്ള ബന്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ നോമ്പിലെ വേദവായന ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ അമ്മയുടെ കണ്ണുനീരിനും മകളെക്കുറിച്ചുള്ള സങ്കടത്തിനും മകളെക്കുറിച്ചുള്ള അപേക്ഷയ്ക്കുമുള്ള പ്രസക്തി എന്താണ്? അതിൻ്റെ ആനുകാലികത എന്താണ്? കൗമാരക്കാരിയായ മകൾക്ക് വേണ്ടി കരഞ്ഞ ഒരമ്മ. നമുക്ക്
നമുക്ക് വേണ്ടി കരഞ്ഞ അമ്മമാരെയും കരഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മമാരെയും മക്കളെ ഓർത്തിനി കരയാനിരിക്കുന്ന അമ്മമാർക്ക് വേണ്ടിയും ഈ വേദ വായന ഭാഗം സമർപ്പിക്കണം. മക്കളെക്കുറിച്ചുള്ള അമ്മമാരുടെ, മാതാപിതാക്കളുടെ കരച്ചിൽ. ഞാനും നിങ്ങളും ജീവിക്കുന്ന പുതിയ കാലഘട്ടത്തിലെ നമ്മുടെ വീടുകളുടെ അകത്ത് ഏറ്റവും വലിയ സങ്കടം മക്കളെക്കുറിച്ചുള്ള ആകാംക്ഷകളാണ്. ഒരു 90% ആൾക്കാരും എന്തിനാണ് ജീവിക്കുന്നത് എന്ന ചോദ്യത്തിന് പറയാറ് മക്കൾക്ക് വേണ്ടിയാണെന്നാണ്. നമ്മുടെയൊക്കെ കുടുംബത്തിൻ്റെ അകത്തെ മുൻഗണനാക്രമങ്ങൾ പോലും നാം അറിയാതെ കഴിഞ്ഞ ഒരു 15 വർഷങ്ങൾ കൊണ്ട് നാം മാറ്റി എഴുതിയവരാണ്. എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഒരു കുടുംബത്തിലെ ഭക്ഷണം പാചകം ചെയ്തിരുന്നത് ആ കുടുംബത്തിലെ ഗൃഹനാഥൻ്റെ നാവിൻ്റെ രുചികൾക്കനുസരിച്ചായിരുന്നു. ഇന്ന് നമുക്കറിയാം നമ്മുടെയൊക്കെ വീടിലെ അടുക്കളയിലെ ആഹാരം മക്കളുടെ രുചിയുമായി ബന്ധപ്പെട്ടാണ് നാം പാചകം ചെയ്യുന്നത്. എന്തിനേറെ പറയുന്നു, നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും മക്കൾക്ക് വേണ്ടി നാം മാറ്റിവെക്കുകയാണ്. ഞാൻ ഓർക്കുന്നു, ഒരു 5 വർഷങ്ങൾക്കപ്പുറത്താണ് പിതാവിൻ്റെ മരണമേൽപ്പിച്ച ആഘാതത്തിൽ നിന്ന് വിമോചിതയാകാൻ പറ്റാതെ ഒരു 45 വയസ്സുള്ള ഒരു മകളുടെ കരച്ചിൽ. ഒരു ഡിപ്രഷൻ്റെ അടുത്ത വക്കിലെത്തി നിൽക്കുകയാണ് ഈ 45-കാരിയായ യുവതി. ഞാൻ അവളോട് ചോദിച്ചു, മകളെ, ഈ ഇത്രയും വിദ്യാഭ്യാസമുള്ള ആളായിട്ടും 75 വയസ്സ് വരെ ജീവിച്ച പിതാവിൻ്റെ ജീവിതം ഇത്രമാത്രം ഷോക്കാകാൻ, മാനസിക ആഘാതമുണ്ടാകാനുള്ള കാരണം എന്താണ്? മുഖത്തേക്ക് വന്നു വീണ കണ്ണുനീർ മാറ്റിക്കൊണ്ട് അവൾ പറഞ്ഞു, സാർ, ഞങ്ങൾ താമസിച്ചിരുന്നത് കൊച്ചിയിലാണ്. മാതാപിതാക്കൾ ബാംഗ്ലൂരിലായിരുന്നു. അപ്പയ്ക്ക് അസുഖമാണെന്ന വാർത്ത തലേ ദിവസം രാത്രി അറിഞ്ഞു. പക്ഷേ എൻ്റെ 8 വയസ്സുകാരനായ കുഞ്ഞിൻ്റെ ഒരു കൊച്ചു പരീക്ഷയുണ്ടായിരുന്നു. ഞാൻ വെറുതെ, അറിയില്ല എനിക്ക്, ആ മകൻ്റെ പരീക്ഷ കഴിഞ്ഞ് അപ്പയെ കാണാൻ പോകാം എന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ അപ്പയുടെ അടുത്തെത്തിയപ്പോഴേക്കും അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ട് എന്നെ വളർത്തി വലുതാക്കിയ എൻ്റെ അപ്പയുടെ അന്ത്യനിമിഷങ്ങൾക്ക് കാവൽ നിൽക്കാനായില്ലല്ലോ എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ഒരു യുവതി. പ്രിയപ്പെട്ടവരെ, വലിയ നോമ്പിൽ ഒരു മകളുടെ സൗഖ്യത്തിന് വേണ്ടി അമ്മ കരഞ്ഞതും ഈ സംഭവമായി എന്താണ് ബന്ധം? ഒരുപാട് മുൻഗണനകൾ കൊടുത്ത് നമ്മൾ ഈ മക്കളെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വളർത്തിയിട്ടും എന്തേ മക്കളിങ്ങനെ കൈവിട്ടു പോകുന്നു? മക്കൾ വളരുന്നതോടുകൂടി മാതാപിതാക്കൾക്ക് ഉറക്കം നഷ്ടപ്പെടുകയും മക്കൾ സുഖമായി ഉറങ്ങുകയും ചെയ്യുന്ന ഒരു കാലം. എന്തേ മക്കൾ ഇങ്ങനെ നമ്മുടെ സ്വപ്നങ്ങളിൽ നിന്ന്, നമ്മുടെ ആഗ്രഹങ്ങളിൽ നിന്ന് എന്തേ നമ്മുടെ മക്കൾ വഴുതി മാറിപ്പോകുന്നു? ആ മക്കളെ നമുക്ക് എങ്ങനെ തിരിച്ചു പിടിക്കാം? 2000 വർഷങ്ങൾക്കപ്പുറത്ത് എഴുതിയ ഈ വേദവായന ഭാഗത്തിനകത്ത് ഒരു പാരൻറ്റിങ്ങിനെ കുറിച്ചുള്ള, രക്ഷകർത്തൃ ദൗത്യത്തെക്കുറിച്ചുള്ള, മക്കളെ മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തിൽ മാതാപിതാക്കളുടെ കർത്തവ്യ നിർവഹണത്തെക്കുറിച്ചുള്ള രസകരമായ ചിന്ത കൊണ്ട് സമ്പന്നമാണ് ഈ 4-ാം ആഴ്ചയിലെ വേദവായന ഭാഗം. 2 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഈ അമ്മ പുതിയ പാരൻറ്റിങ്ങിന് നൽകുന്ന ഏറ്റവും വലിയ മാതൃക, കൃത്യമായി അമ്മയ്ക്ക് മകളുടെ അസുഖം അമ്മ തിരിച്ചറിഞ്ഞു, ഡയഗ്നൈസ് ചെയ്തു. ഈ അമ്മ എന്തായിരുന്നു ഈ മകളുടെ അസുഖം? വിശുദ്ധ വചനം പറയും, ഭൂതോപദ്രവം. മൈ ഡോട്ടർ ഈസ് സിവിയർലി ഡിമൻ പൊസസ്ഡ്. പിശാച് ബാധിതയാണ് പോലും. 2016 ഈ വേദവായന ഭാഗം വായിക്കുമ്പോൾ നമ്മുടെ മക്കളിൽ അറിഞ്ഞോ അറിയാതെയോ അവരെ സ്വാധീനിച്ചിരിക്കുന്ന ഈ പൈശാചികത്വം എന്താണ്? വിശുദ്ധ വേദപുസ്തകം എഴുതുന്ന കാലത്ത് പിശാചിനെക്കുറിച്ചുള്ള നിർവചനവും 2016 പിശാചും തമ്മിൽ എന്താണ് വ്യത്യാസം? അസ്തിത്വത്തിൽ വ്യത്യാസമില്ല.
പ്രവർത്തന ശൈലിയിൽ വ്യത്യാസമില്ല, പക്ഷേ രൂപത്തിൽ, ഭാവത്തിൽ, ശൈലിയിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾക്കറിയാം, പറുദീസയിൽ ആണ് പാമ്പിൻ്റെ രൂപത്തിൽ സുന്ദരനായ പാമ്പായാണ് ഈ പിശാച് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്. അന്ന് 3 കാര്യങ്ങളായി തിന്മയുടെ ശക്തി പിശാച് ചെയ്തത്. ഒന്ന്, ആദമിൻ്റെയും ഹൗവയ്ക്കും ഇടയും സൃഷ്ടിക്ക് ശേഷം അവരെ ഭൂമിയിലെ പറുദീസ എന്ന് പറയുന്ന കുടുംബം പോലെ ചിന്തിച്ചാൽ ആ ഏദനിലെ പറുദീസയിൽ ആദമിനെയും ഹൗവയെയും സൃഷ്ടിച്ച ദൈവം ഒരു മതിൽ കെട്ടി, ഒരു വേലി കെട്ടി, സുരക്ഷിതത്വത്തിൻ്റെ വേലി ദൈവം തമ്പുരാൻ. വിശുദ്ധ വേദപുസ്തകത്തിൽ പിശാച് ആദ്യം ചെയ്തത് ദൈവം കെട്ടിയ വേലി പൊളിച്ച് ഏദനകത്ത് കയറുകയാണ്. ഇന്നത്തെ പുതിയ തലമുറയിലെ ഭൂതം എല്ലാ വീടിൻ്റെയും വേലികൾ, മതിലുകൾ തകർത്ത് അകത്ത് കയറിയിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ എനിക്കും ചിരി വരാറുണ്ട്. രാത്രിയിൽ ഗേറ്റ് പൂട്ടുമ്പോൾ, വാതിലുകളും ഗേറ്റുകളൊക്കെ പൂട്ടുന്നത് അകത്ത് ചിലത് കടക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ ഒരിക്കലും അകത്ത് കടക്കാൻ പാടില്ലാത്ത സകലതും അകത്ത് കടത്തിയിട്ടാണ് നാം പുറത്തെ വാതിലുകൾ പൂട്ടുന്നത്. പ്രിയപ്പെട്ടവരെ, പുതിയ തലമുറയിലെ ഭൂതം എല്ലാ വീടിൻ്റെ അകത്തുണ്ട്. പുതിയ തലമുറയിലെ ഭൂതം എല്ലാ മതിലുകളും എല്ലാ വാതിലുകളും തകർത്തു കളഞ്ഞിരിക്കുന്നു. നമ്മളിങ്ങനെ ആഗോളവൽക്കരണം എന്നൊക്കെ പറയുന്ന, ലോകം മുഴുവനും ഒരു കൊച്ചു ഗ്രാമമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ ആന്തരിക അർത്ഥം ഇതാണ്: മടിയുമില്ലാതെ അറിയാൻ പാടില്ലാത്തതും അറിയേണ്ടതിനപ്പുറത്തുള്ള കാര്യങ്ങൾ നമ്മുടെ മക്കളിലേക്ക് എല്ലാം തകർത്ത് ഇറങ്ങി വരികയാണ്. ആധുനിക ഇലക്ട്രോണിക് മീഡിയകളാകുന്ന മാധ്യമങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഏദനിൽ ഈ പിശാച് ചെയ്ത രണ്ടാമത്തെ കാര്യം ദൈവം തമ്പുരാൻ്റെ പദ്ധതികളെ, സ്വപ്നത്തെ അട്ടിമറിക്കുകയാണ്. ആദമിനെയും ഹൗവയെയും സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിനകത്താക്കുമ്പോൾ എന്തെല്ലാം സ്വപ്നങ്ങൾ ഈ ദൈവത്തിനുണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ മക്കളെക്കുറിച്ചുള്ള പോലത്തെ സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങളെല്ലാം തകർത്തു. ദൈവത്തിൻ്റെ മുൻഗണനാക്രമം, ദൈവ പദ്ധതി അട്ടിമറിച്ചു. ഇന്ന് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ 12 വയസ്സിൽ താഴെയുള്ള 70% കുട്ടികൾ കമ്പ്യൂട്ടർ ഗെയിമിനോ കാർട്ടൂണിനോ അടിമകളാണെന്ന് പഠനം പറയുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ പുതിയ തലമുറയിലെ മാതാപിതാക്കളായ ഞാനും നിങ്ങളും നമ്മുടെ മക്കളെ ബാധിച്ചിരിക്കുന്ന ഈ പുതിയ ബോധോപദ്രവത്തെക്കുറിച്ച് തിരിച്ചറിയേണ്ടവരല്ലേ? മൂന്നാമത്, ഏദനിൽ ഈ പിശാചെന്ന് പറയുന്ന ശക്തി, പാമ്പ് ചെയ്തത് വാതിലുകൾ തകർക്കുകയും ദൈവത്തിൻ്റെ പദ്ധതി അട്ടിമറിക്കുകയും മാത്രമല്ല, ആദമിൻ്റെ അഭാവത്തിൽ ഒറ്റപ്പെട്ടു പോയ, ഏകാന്തതയിലായിപ്പോയ ഹൗവയ്ക്ക് ഒരു കമ്പനി കൊടുത്തു എന്ന് പറയാം. ഇന്നും നമ്മുടെ വീടുകളിൽ ഏത് പ്രായത്തിലുള്ള വ്യക്തിയെയും ഒറ്റപ്പെട്ടു പോയാൽ അവർക്ക് കമ്പനി കൊടുക്കുന്ന, കൂട്ടുകൊടുക്കുന്നതും ഈ മാധ്യമങ്ങളാണ്. അങ്ങനെ ഒരു മാധ്യമ സംസ്കാരത്തിൻ്റെ ഒരു കരാളമായ കൈപ്പിടിയിലേക്ക് പുതിയ മനുഷ്യനും പുതിയ കുടുംബങ്ങളും അറിയാതെ അതിനകത്ത് അകപ്പെട്ടു പോയി. ഇവിടെയാണ് ഒരമ്മയുടെ കരച്ചിലിൻ്റെ സാങ്കത്യം. കൃത്യമായി ഈ മകളുടെ കൗമാരത്തിൽ കൈവിട്ടു പോകാൻ സാധ്യതയുള്ള മകളെക്കുറിച്ച് ദൈവസന്നിധിയിൽ കരഞ്ഞ ഒരമ്മ. പ്രിയപ്പെട്ടവരെ, കൗമാരം കയ്യാലപ്പുറത്ത് തേങ്ങ പോലെയാണെന്ന് പറയും. അകത്തേക്കാണോ പുറത്തേക്കാണോ എന്നൊന്നും പറയാൻ പറ്റാത്ത ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾക്ക് സകലതും പറഞ്ഞു കൊടുക്കുന്നത് മാധ്യമങ്ങളാണ്. എല്ലാത്തിനെയും കുറിച്ച് മാധ്യമങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഉയർന്നു വരാവുന്ന ചോദ്യം, ഇത്തരത്തിൽ പുതിയ കാലഘട്ടത്തിൽ ആധുനിക മാധ്യമങ്ങളുടെ പിടിയിൽ നമ്മുടെ മക്കൾ അകപ്പെട്ടു പോയെങ്കിൽ അതിനുള്ള മോചനമാർഗം എന്താണ്? മാധ്യമങ്ങളില്ലാതെ, നെറ്റില്ലാതെ, മൊബൈൽ ഫോണില്ലാതെ, TV ഇല്ലാതെ ഇനി ഒരു കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാനാകില്ല. ഞാനും സമ്മതിക്കുന്നു. പിന്നെ എന്താ ഇതിനൊരു പരിഹാരമാർഗം?
കൃത്യമായി ഇതിനൊരു പരിഹാരമാർഗം വിശുദ്ധ വേദപുസ്തകത്തിൽ മറ്റൊരു കൗമാരക്കാരിയായ പെൺകുട്ടിയുടെ ഹൃദയം തകർക്കുന്ന ഒരു ചോദ്യത്തിനകത്ത് ഉണ്ടെന്ന എൻ്റെ ബലഹീനമായൊരു ചിന്ത. അത് വിശുദ്ധനായ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യമാണ്. പരിശുദ്ധ ലോകത്തിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യക ആദ്യമായി പറഞ്ഞ ഒരു കൊച്ചു വാചകം, ഒരു ചോദ്യമാണ് അത്, ഒരു ആകാംക്ഷ പങ്കുവയ്ക്കലാണ് അത്. സ്വർഗത്തിലെ ദൂതനോട് ഭൂമിയിലെ പെൺകുട്ടി ചോദിച്ചു, പുരുഷനെ അറിയായകയാൽ ഇതെങ്ങനെ സംഭവിക്കും? പശ്ചാത്തലം നമുക്കറിയാം. പുരുഷ സംസർഗമില്ലാതെ മകളെ നീ ഒരു കുഞ്ഞിൻ്റെ അമ്മയാകാൻ പോകുന്നു എന്ന ആശയം അതിമനോഹരമായി സ്വർഗത്തിൽ നിന്ന് വന്ന ദൂതൻ പറഞ്ഞ് അറിയിച്ചു കഴിഞ്ഞപ്പോൾ ഒരു മറയും മടിയുമില്ലാതെ മകൾ ചോദിച്ചു, എങ്ങനെയാണ് ഇത് നടക്കുക, സാധിക്കുക? വിഷയം കുഞ്ഞുണ്ടാകുന്നതാണ്, വിഷയം ലൈംഗികതയാണ്, വിഷയം സെക്സാണ്. ലൈംഗികമായ ഒരു സംശയം, ഒരു ചോദ്യം 2000 വർഷങ്ങൾക്കപ്പുറത്ത് 12 വയസ്സ് പ്രായമുള്ള മേരി എന്ന കൗമാരക്കാരി സ്വർഗത്തിലെ ദൂതനോട് ചോദിച്ചു. അങ്ങനെ ഒരു ചോദ്യം ഈ പെൺകുട്ടിയുടെ അതരത്തിൽ നിന്ന് ഉതിർന്നു വീഴണമെങ്കിൽ 3 കാര്യങ്ങൾ നിശ്ചയമായി ഉണ്ടാകണം. സംശയങ്ങൾ ഉണ്ടാകണമെങ്കിൽ, ചോദ്യങ്ങൾ ഉണ്ടാകണമെങ്കിൽ, ഒന്ന് അറിവുണ്ടാകണം. അറിവിൽ നിന്നാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക, അറിവിൽ നിന്ന് ആകാംക്ഷകൾ ഉണ്ടാവുക, അറിവിൽ നിന്ന് സംശയങ്ങൾ ഉണ്ടാവുക. അപ്പോൾ സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെയാണ് ഒരു കുഞ്ഞുണ്ടാവുക എന്നുള്ള അറിവ് 2000 വർഷങ്ങൾക്കപ്പുറത്ത് ദേവാലയ അന്തരീക്ഷത്തിൽ 12 വയസ്സുവരെ വളർന്ന ഈ ലോകത്തിൻ്റെ കന്യകയ്ക്ക് എവിടെ നിന്ന് ലഭിച്ചു? അറിവിൻ്റെ ഈ ഉറവ എവിടെയായിരുന്നു? എവിടെ നിന്നായിരുന്നു? പിതാക്കന്മാർ ഇങ്ങനെ പറയും, എലിസബത്തിൻ്റെയും സെക്കറിയ പുരോഹിതൻ്റെയും ശിക്ഷണത്തിലാണ് ഈ മകൾ വളർന്നത്. നമുക്കിങ്ങനെ സംഗ്രഹിക്കാം. 2000 കൊല്ലങ്ങൾക്കപ്പുറത്ത് 12 വയസ്സ് വരെ ഒരമ്മ ഒരു കുഞ്ഞിനെ മാതാപിതാക്കൾ വളർത്തിയപ്പോൾ ആ കുഞ്ഞിന് ആധ്യാത്മികത എന്ന് പറയുന്നത് അവർ പകർന്നു കൊടുത്തത് ഒരു ഹോളിസ്റ്റിക് സ്പിരിച്വാലിറ്റിയാണ്. പ്രാർത്ഥന ചൊല്ലാൻ മാത്രമല്ല അമ്മ അല്ലെങ്കിൽ മാതാപിതാക്കൾ ഈ മകളെ പഠിപ്പിച്ചത്. പിന്നെയോ ഒരു പെൺകുട്ടി കൃത്യമായും ശരിക്കും അറിയേണ്ട സകലതും അവൾക്ക് പറഞ്ഞു കൊടുത്തു എന്ന അതിൻ്റെ ആന്തരിക അർത്ഥം. അപ്പോൾ മാധ്യമങ്ങളിൽ നിന്ന് നമ്മുടെ മക്കൾ പുതിയ കാലഘട്ടത്തിൽ സ്വന്തം ശരീരത്തെക്കുറിച്ചുള്ള അവബോധങ്ങൾ, സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ചുള്ള അറിവുകൾ, സെക്സിനെക്കുറിച്ചുള്ള അറിവുകൾ, ഇതൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ മക്കൾ പഠിച്ചെടുക്കുന്നത്, മനസ്സിലാക്കുന്നത് മാധ്യമങ്ങളിൽ നിന്നാണ്. അറിവിൻ്റെ ഉറവ, സോഴ്സ് ഓഫ് നോളേജ് എന്ന് പറയുന്നത് മാതാപിതാക്കളിൽ നിന്ന് ഒക്കെ ഈ മാധ്യമങ്ങൾ ഏറ്റെടുത്തതാണ് പുതിയ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളി. അതിനുള്ള പരിഹാരമാർഗം എന്താണ്? പരിഹാരമാർഗം നമ്മുടെ മക്കൾക്ക് എന്ത് സംശയങ്ങളും എന്ത് ആകാംക്ഷകളും മാതാപിതാക്കളോട് ചോദിക്കാൻ പറ്റും എന്നൊരടുപ്പം മാതാപിതാക്കളും മക്കളും തമ്മിലുണ്ടാകണം. സൗഹൃദങ്ങളുണ്ടാകണം. മകൻ്റെ സുഹൃത്തായി പപ്പമാർ മാറുന്നുവോ? ഒരു മകളുടെ കൂട്ടുകാരിയാകാൻ ഒരു അമ്മയ്ക്കാകുന്നുവോ? ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മക്കൾ മറച്ചു വെക്കുകയാണ്. ഒരു മറയും മടിയുമില്ലാതെ സ്വർഗത്തിലെ ദൂതനോട് ലൈംഗികതയെക്കുറിച്ച്, കുഞ്ഞുണ്ടാകുന്നതിനെക്കുറിച്ചുള്ള സംശയം ഒരു പെൺകുട്ടി പങ്കുവെച്ചതുപോലെ ഒരു മറയും മടിയുമില്ലാതെ അമ്മമാരോടും അപ്പന്മാരോടുമൊക്കെ നമ്മുടെ മക്കൾ എല്ലാം ചോദിക്കുന്നൊരു കാലം. 2, ചോദ്യങ്ങളുണ്ടാകണമെങ്കിൽ അറിവുണ്ടാകണമെന്ന് മാത്രമല്ല, ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ അടുപ്പമുണ്ടാകണം, ഒരു ഇൻറ്റിമസി ഉണ്ടാകണം. ഒരു മുൻപരിചയം പോലുമില്ലാത്ത സ്വർഗത്തിൽ നിന്ന് വന്ന ഒരു ദൂതനോട് ഒരു മറയും മടിയുമില്ലാതെ ഈ പെൺകുട്ടിക്ക് എങ്ങനെ ഈ ചോദ്യം ചോദിക്കാനായി? എൻ്റെ ചിന്ത, തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ ദൂതനോട് എനിക്കെന്തും ചോദിക്കാൻ പറ്റും എന്ന ഒരു അടുപ്പം ഈ പെൺകുട്ടിക്കുണ്ടായതുകൊണ്ടാണ്. എന്തും ചോദിക്കാം,
അടുപ്പമുണ്ടായി. എങ്ങനെ ഉണ്ടാക്കിയെടുത്തു ഈ ദൂതൻ? കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്നൊക്കെ ഒരു പെൺകുട്ടിയോട് പറഞ്ഞുകൊണ്ട് അതിമനോഹരമായി അതിസുന്ദരമായി ഈ ദൂതൻ ഇടപെട്ടത്. ഇന്ന് ഈ ഇൻറ്റിമസി ഇടപെടലുകളുടെ ഇടയിൽ അറിയാതെ വരുന്ന ചില പ്രശ്നങ്ങളുണ്ട്. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ തിരക്കുകൊണ്ടായിരിക്കാം. എന്തുകൊണ്ടാണെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള അടുപ്പം ഇനിയുള്ള കാലഘട്ടത്തിൽ മക്കൾക്കുണ്ടാകണമെങ്കിൽ എൻ്റെ ചിന്ത ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. 3 വയസ്സിലും 4 വയസ്സിലും 5 വയസ്സിലുമൊക്കെ നമ്മുടെ മക്കൾ നമുക്ക് വിഡ്ഢിത്തരമാണെന്നൊക്കെ തോന്നുന്ന ചില കൊച്ചു ചോദ്യങ്ങൾ, സംശയങ്ങൾ, ആകാംക്ഷകൾ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാനുള്ള മനസ്സ്, സമയം, ക്ഷമ നമുക്കുണ്ടെങ്കിൽ മാത്രമേ വളർച്ചയുടെ പടവുകൾ അവരിങ്ങനെ കയറിപ്പോകുമ്പോഴും ചോദ്യങ്ങൾ ചോദിക്കൂ. 3, ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ, സംശയങ്ങൾ മാതാപിതാക്കളുമായി മക്കൾ പങ്കുവെക്കണമെങ്കിൽ ചോദിക്കുവാനുള്ള ആർജവത്വം ഉണ്ടാവണം. മക്കൾക്ക് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാകണം. നമ്മുടെയൊക്കെ ഒരു വലിയ പ്രശ്നം ഈ ദൈവമാതാവിന് നമ്മളിങ്ങനെ ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞൊരു വയനാടൻ കൊയ്ത്തരിവാൾ പോലെ അമ്മയെ അത്തരത്തിൽ താഴ്മയെ അത്തരത്തിൽ നമ്മളിങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. അമ്മയുടെ താഴ്മ അതിനൊക്കെ അപ്പുറത്താണ്. എങ്ങനെയാത്? മനസ്സിലാകാത്ത കാര്യം മനസ്സിലായില്ല എന്ന് ഉറച്ച മനസ്സോടുകൂടി ദൂതനോട് ചോദിക്കുവാനുള്ള ആർജവത്വം നമ്മുടെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ ഒരു നട്ടലുണ്ടായിരുന്നു ഈ പെൺകുട്ടിക്ക്. പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ ഒരുപാട് വഴികളുള്ള ഒരുപാട് സാധ്യതകളുടെ നടുവിൽ ജീവിക്കുമ്പോൾ ശരിയായ മാർഗത്തിലൂടെ അവർക്ക് സഞ്ചരിക്കണമെങ്കിൽ കാര്യങ്ങൾ കൃത്യമായി അറിയാനും സംശയമുള്ളത് കൃത്യമായി എഴുന്നേറ്റ് നിന്ന് ചോദിക്കുവാനുമുള്ള ഒരു പോസിറ്റീവായ ആറ്റിറ്റ്യൂഡിൻ്റെ അകത്ത് നമ്മൾ വളർന്നു വരണമെന്നുകൂടി ഈ വേദവായന ഭാഗം പറയുന്നു. ഒരമ്മ കരഞ്ഞു. കരഞ്ഞ അമ്മയ്ക്ക് മകളുടെ ഭൂതോപദ്രവത്തെക്കുറിച്ച് വ്യക്തമായ കൃത്യമായ ധാരണ ഈ അമ്മയ്ക്കുണ്ടായിരുന്നു. നമുക്ക് പ്രിയപ്പെട്ടവരെ, ഈ പുതിയ കാലഘട്ടത്തിൽ നമുക്കൊന്നും തടയാനാകില്ല. ഈ പുതിയ കാലഘട്ടത്തിൽ നമുക്കൊന്നും എഡിറ്റ് ചെയ്യാനാകില്ല. ഈ പുതിയ അറിവിൻ്റെ കാലഘട്ടത്തിൽ ഒന്നിനെയും നമുക്ക് തടയിടാനാകില്ല. പിന്നെ ഈ ഭൂതോപദ്രവത്തിൽ നിന്ന് മക്കളെ രക്ഷിക്കണമെങ്കിൽ ഒരേ ഒരു മാർഗമാണ് അവരെ കുറേ കൂടി നെഞ്ചോടിങ്ങനെ ചേർത്ത് പിടിക്കുക. എൻ്റെ അപ്പയോട് എൻ്റെ അമ്മയോട് എന്തും എനിക്ക് പറയാം, എന്തും എനിക്ക് ചോദിക്കാം എന്നുള്ള അടുപ്പം മക്കൾക്കുണ്ടാവുക. മക്കൾക്കുള്ള എന്ത് ചോദ്യങ്ങൾക്കും ക്ഷമാപൂർവം അവരുടെ ഭാഷയിൽ അവരുടെ പ്രായത്തിലേക്ക് ഇറങ്ങി വന്ന് ഫീലിംഗ് ഇൻ ടു എന്നൊക്കെ സൈക്കോളജി പറയുന്നത് പോലെ ഉള്ള ഒരു ഭാവത്തിൽ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുവാനുള്ള ക്ഷമയും മാതാപിതാക്കളായി നമുക്കുണ്ടാകണം. സർവോപരി മക്കൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ കരയാൻ കണ്ണുനീരുണ്ടാകണം. യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയണ്ട, നിങ്ങൾ നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരയുവിൻ. ഈ വേദ വായന ഭാഗത്തോട് നമുക്ക് വിട പറയാം. ഈ മനോഹരമായ നിമിഷത്തിൽ മക്കളെ ചൊല്ലി കരയുവാനുള്ള കണ്ണുനീരിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു കനാന്യക്കാരിയായ സ്ത്രീ, ഒരു പുറജാതിക്കാരിയായ സ്ത്രീ, ഒരു മേൽവിലാസവുമില്ലാത്ത സ്ത്രീ 2000 വർഷങ്ങൾക്കപ്പുറത്ത് ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ കണ്ണുനീര് കൊണ്ടൊരു അർച്ചന നടത്തിയതുപോലെ പുതിയ കാലഘട്ടത്തിൽ എല്ലാ മക്കൾക്ക് വേണ്ടിയും ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിൽ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. വിവാഹിതരായ ആയിരക്കണക്കിന് ദമ്പതിമാർക്ക് കുഞ്ഞുങ്ങളില്ല. അവർക്ക് ഇല്ലാത്ത ഒരു ഗുണവും നന്മയും യോഗ്യതയും നമുക്ക് ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ദൈവം ദാനമായി മക്കളെ നമുക്ക് നൽകി. മക്കളില്ലാതെ സങ്കടപ്പെടുന്ന എല്ലാ ദമ്പതിമാരെയും വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം നമുക്ക്. ദൈവമേ, ഒറ്റപ്പെട്ടു പോകുന്ന മക്കളില്ലാതെ സങ്കടപ്പെടുത്തുന്ന എല്ലാവരുടെയും സങ്കടങ്ങളെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് ചേർത്ത് വെക്കുന്നു. ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദാനമായി നൽകിയ മക്കളെ നടക്കേണ്ടുന്ന വഴിയിൽ അവർ നടക്കുവാൻ, ഒരു മകനും മകളും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ദൈവമേ നീ തുണയായിരിക്കണമേ. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു. തമ്പുരാനെ, മക്കളെക്കുറിച്ചുള്ള ഞങ്ങളുടെ ജാഗരണം,
ഞങ്ങളുടെ പ്രാർത്ഥനകൾ വിഫലമാകരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഞങ്ങളുടെ മക്കളുടെ മേൽ കണക്കിടരുതേ. ഭൂതങ്ങളുടെ തിന്മകളുടെ പിടിയിൽപ്പെട്ട് ഒരു മകനും മകളും വഴിയിൽ വെച്ച് നഷ്ടമാകാനങ്ങ് അനുവദിക്കരുതേ. അരുതാത്ത കൂട്ടുകെട്ടുകളിൽ, അരുതാത്ത വസ്തുക്കളിൽ, അരുതാത്ത ബന്ധങ്ങളിൽ ഒക്കെ ഞങ്ങളുടെ മക്കൾ ചെന്നുപെടാൻ അനുവദിക്കരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തമ്പുരാനെ. മക്കൾക്ക് വേണ്ടി കൊച്ചുമക്കൾക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണുനീർ അങ്ങയുടെ സന്നിധിയിൽ അർച്ചനയായി അർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനകളെ പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ചേർത്ത് വയ്ക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.